ഈ അടുത്ത ദിവസങ്ങളൊരു വാർത്ത കണ്ടു, വളരെ തമാശ തോന്നുന്ന ഒരു വാർത്തയാണ്. ഇപ്പോൾ ഭൂമിയിൽ ജനിച്ച ഒരാൾ, മന്നത്ത് പത്മനാഭൻ, ദൈവമായി മാറിയിരിക്കുന്നു. ഇത് വാർത്ത അദ്ദേഹത്തിൻ്റെ പേരിൽ പന്തളത്തിനടുത്ത് ക്ഷേത്രം ഉണ്ടാക്കി പ്രതിഷ്ഠ നടത്തി കാലം മന്നത്തെ ദൈവമാക്കിയെന്ന് NSSൻ്റെ ജനറൽ സെക്രട്ടറി പ്രസംഗിക്കുകയും ചെയ്തു. വാസ്തവത്തിൽ നമുക്ക് വളരെ ഒരു ഹാസ്യമായിട്ടെടുക്കേണ്ട കാര്യമേ ഉള്ളൂ. കാരണം ഈ ദൈവങ്ങൾ എവിടെ ജനിച്ചതെന്ന് മനുഷ്യർക്കറിയില്ല. പക്ഷേ ഈ മന്നം ജനിച്ചത് എവിടെയാണെന്നും അദ്ദേഹം എത്ര കാലം ജീവിച്ചിരുന്നുവെന്നും ഒക്കെ നമുക്കറിയാം. അങ്ങനെ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഭൂമി ജനിച്ച ഒരു മനുഷ്യൻ ഒരു സമുദായത്തിൻ്റെ ജാതിയുടെ ദൈവമായി മാറുന്ന വളരെ ഒരു ഹാസ്യ നാടകമാണ് ഇത്. നമ്മളിപ്പോൾ ഇത് പറയുമ്പോൾ ഇപ്പോൾ മന്നത്തെ നമ്മൾ മറ്റു പല നാരായണഗുരു, അയ്യങ്കാളി, പണ്ഡിറ്റ് കറുപ്പൻ, സഹോദരൻ അയ്യപ്പൻ ഇവരെ പോലെയൊക്കെയുള്ള ഒരു നവോത്ഥാന നായക പദവിയിലാണ് പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുന്നത്. പൊതുവ്യവഹാരങ്ങൾ, സവർണ വ്യവഹാരങ്ങൾ അദ്ദേഹത്തെ വാഴ്ത്തുന്നത് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ ഒരു നവോത്ഥാന നായകനായ മന്നത്തിന് ദൈവമാക്കുന്നതിൽ എന്താണ് തെറ്റ്? ആ സമുദായത്തിന് അതിനുള്ള അവകാശമില്ല എന്നൊക്കെ ചോദിക്കാം. പക്ഷെ ഇതിന് ശരിയായ ഒരു ഉത്തരം കണ്ടെത്തണമെങ്കിൽ നമുക്ക് കുറച്ച് ചരിത്രത്തിൽ പിന്നോട്ട് പോകേണ്ടി വരും. ഇപ്പോൾ 1903 ആധുനികമായ അർത്ഥത്തിലുള്ള ഒരു സംഘടന എന്ന നിലയ്ക്ക് SNDP രൂപം കൊള്ളുന്നത്. ഈ SNDPയുടെ രൂപീകരണത്തെ തുടർന്ന് പുലയ സമുദായം അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ സാധുജന പരിപാലന യോഗം, കൊച്ചി പുലയ മഹാസഭ, ബാലസേവാ സമിതി, തിരുവല്ലയ്ക്കടുത്ത് പൊയ്കയിൽ അപ്പച്ചൻ്റെ നേതൃത്വത്തിൽ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്നീ സംഘടനകളെല്ലാം ഉണ്ടാക്കി. പക്ഷേ ഈ സംഘടനകളുടെ ഒക്കെ ലക്ഷ്യം ഈ ജാതി വ്യവസ്ഥയെ തന്നെ നശിപ്പിക്കുക, പുതിയ മാനുഷികതയെ സൃഷ്ടിക്കുക ഇതായിരുന്നു. അതുകൊണ്ട് ഈ സംഘടനകൾ SNDPയും അതിനെ തുടർന്ന് രൂപം കൊണ്ട അധസ്ഥിത ജാതികളുടെ സംഘടനകളെല്ലാം തന്നെ ജാതിക്കും വംശീയതയ്ക്കും എതിരായ സംഘടനകളാണ്. അതുകൊണ്ട് തന്നെ അറുവളി സംഘടനകളാണ്, പോരാട്ട സംഘടനകളാണ്. 1914 മന്നം ഉണ്ടാക്കിയ നായർ സർവീസ് സൊസൈറ്റി NSS എന്ന സംഘടന നായന്മാരുടെ സമൂഹത്തിലെ അമിതമായ പ്രാതിനിധ്യത്തെയും അമിതമായ പ്രീണനത്തെയും സ്ഥാപനവൽക്കരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടനയാണ്. അത് ഈ 110 വർഷത്തെ ചരിത്രത്തിനിടയിൽ ഒരിക്കൽ പോലും ജാതിക്കും ഹിന്ദു വർണ്ണജാതി വ്യവസ്ഥയ്ക്കെതിരായിട്ട് ഒരക്ഷരം പോലും ഉരിയാടുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാത്ത ഒരു സംഘടനയാണ്. അപ്പോൾ ഈ സംഘടനയും നമ്മുടെ കേരള ചരിത്ര വ്യവഹാരങ്ങൾ, സാമൂഹിക ശാസ്ത്ര വ്യവഹാരങ്ങൾ SNDPയെയും സാധുജന പരിപാലന യോഗത്തെയും ഒക്കെ പോലെയുള്ള ഒരു കേരള നവോത്ഥാന സംഘടനയുടെ പട്ടികയിലാണ് പെടുത്തുന്നത്. ഇത് വളരെ സവർണറുടെ ഒരു കോൺസ്പിറസിയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഈ കേരള നവോത്ഥാനം എന്ന അപകടകരമായ ഈ എക്സ്പ്ലനേറ്ററി കാറ്റഗറിയുടെ ദോഷമാണ് ഈ മന്നത്തെയും നാരായണഗുരുവിനെയും പണ്ഡിറ്റ് കറുപ്പിനെയും അയ്യങ്കാളിയൊക്കെ തന്നെ ഒറ്റ കാറ്റഗറിയിൽപ്പെടുത്താൻ കഴിയുന്നു എന്നതാണ് നവോത്ഥാനം എന്ന് പറയുന്ന ഈ സംജയുടെ ഏറ്റവും വലിയ അപകടം. പക്ഷേ ജാതിയെ പ്രബലമാക്കുന്നതിന് വേണ്ടി സനാതന ധർമ്മ വർണ്ണജാതി വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നായന്മാരുണ്ടാക്കിയ ഒരു സംഘടനയാണ് 1914 NSS എന്ന് പറയുന്നത്. അത് തന്നെ അവർക്ക് അതിന് തൊട്ട് മുമ്പ് നായർ സമുദായ പൃഥ്വിജന സംഘം എന്ന പേരിലാണ് അവർ ആദ്യത്തെ ഉണ്ടാക്കിയിരുന്നത്. അതാണ് 14 നായർ സർവീസ് സൊസൈറ്റി ആയി രൂപം കൊണ്ടത്. അപ്പോൾ അതെ, യെസ്, അതെ. അപ്പോൾ NSSൻ്റെ അതെ, അപ്പോൾ NSSൻ്റെ ആദ്യത്തെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് കേരളത്തിലെ ഔദ്യോഗിക രേഖകളിൽ ഇനിമേലിൽ മലയാള ശൂദ്രർ എന്ന് ഉപയോഗിക്കരുത്. അതാണ് ആദ്യത്തെ പ്രമേയം തന്നെ. അപ്പോൾ യഥാർത്ഥത്തിൽ നൂറ്റാണ്ടുകളായി ആന്തരികവൽക്കരിച്ച ഒരു നമ്പൂതിരി ദാസ്യ മനോഭാവത്തെ അഭിമാനപൂർവ്വം കൊണ്ടാടുന്നതിന് തുല്യമാണ് നായർ സമുദായ പൃഥ്വിജന സംഘം എന്ന് സ്വയം വാഴ്ത്തി. ഞങ്ങൾ പൃഥ്വന്മാരാണ്, ബ്രാഹ്മണരുടെ പൃഥ്വന്മാരാണ്, അതുകൊണ്ട് പൃഥ്വന്മാരോട് കുറച്ചുകൂടെ കാരുണ്യം നമ്പൂതിരിമാർ കാണിക്കണേ എന്നുള്ളതായിരുന്നു അവർക്ക് ആവശ്യം. ബ്രാഹ്മണ്യത്തെയോ ജാതി വ്യവസ്ഥയോ അവരൊരിക്കലും എതിർത്തിട്ടില്ല, അന്നും എതിർത്തിട്ടില്ല, ഇന്നും എതിർത്തിട്ടില്ല. ഇതിന് മറ്റൊരു കാരണവുമുണ്ട്. ഈ മന്നത്തിൻ്റെ ജീവിത സ്മരണകളിൽ പറയുന്നുണ്ട്, ഈ നമ്മൾ നേരത്തെ പറഞ്ഞ അറുവളി സംഘടനകൾ എല്ലാം തന്നെ രാഷ്ട്രീയവും സാമൂഹികവുമായ കാരണങ്ങളാൽ ആണ് അതുണ്ടാക്കിയിട്ടുള്ളത്. രാഷ്ട്രീയവും സാമൂഹികവുമായ സമരങ്ങൾക്ക് വേണ്ടിയാണ് അതുണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഇത് ഈ
ഒരു രാഷ്ട്രീയമോ സാമൂഹികമായ കാരണങ്ങളല്ല നായർ സർവീസ് സൊസൈറ്റിയുടെ രൂപീകരണത്തിന് പിന്നിലെ മുഖ്യ ഘടകം. ആ മുഖ്യ ഘടകത്തെ പറ്റി മന്നം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിത സ്മരണയിൽ പറയുന്നത്, സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് കുട്ടികൾ നിനക്കെൻ്റെ അച്ഛൻ്റെ പേരറിയാമോ എന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നു. ഈ പരിഹാസത്തിൻ്റെ ആത്മസംഘർഷവും സങ്കടവും കൊണ്ട് തലകുനിഞ്ഞ ഒരു മനുഷ്യനായിരുന്നു മന്നം. അപ്പോൾ NSS എന്ന് പറയുന്നത് ആധുനികമായ അർത്ഥത്തിലുള്ള ഒരു ഓർഗനൈസേഷൻ എന്ന് പോലും പറയാൻ പറ്റത്തില്ല. ഈ തന്തയില്ലായ്മയുടെ വേദന അനുഭവിച്ചിരുന്ന, സംഘർഷം അനുഭവിച്ചിരുന്ന ഒരു സംഘം നായന്മാർ ഈ മന്നത്തിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ഒരു സ്വയം ചികിത്സാലയം മാത്രമായിരുന്നു നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇതിനെ ഒരു ഓർഗനൈസേഷൻ എന്ന് നമുക്ക് വിളിക്കാനാവില്ല. SNDPയെയും സാധുജന പരിപാലന യോഗത്തെയും പോലെ ഒരു ഫൈറ്റിംഗ് ഓർഗനൈസേഷൻ അല്ല. ഇതൊരു സ്വയം ചികിത്സിക്കാനുള്ള മനഃശാസ്ത്രപരമായ ഒരു ഏർപ്പാടായിട്ടാണ് NSS രൂപം കൊണ്ടത്. പിന്നെ NSSൻ്റെ മറ്റൊരു ഡിമാൻഡ്, കാരണം ദീർഘകാലം ആയി അവർ അഭിമാനപൂർവ്വം കൊണ്ടാടിയിരുന്ന ഏർപ്പാടാണ് ഈ സംബന്ധം എന്ന് പറയുന്ന ഏർപ്പാട്, നമ്പൂതിരിമാരുടെ ആയിട്ടുള്ള ബാന്ധവം. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ടാണ് ഈ മന്നത്തിൻ്റെ തലമുറയിൽപ്പെട്ട മിക്ക നായർ യുവാക്കൾക്കും, പുരുഷന്മാർക്കും അച്ഛനെ പറ്റി ആരാണെന്നറിയില്ല. അച്ഛൻ്റെ PK ബാലകൃഷ്ണൻ അതിനെപ്പറ്റി പറയുന്നുണ്ട്, ഒരു പിതാവിൻ്റെ സ്നേഹവാത്സല്യങ്ങൾ അറിയാതെ വളർന്ന ഈ നായർ പുരുഷന്മാർക്ക് സാംസ്കാരികമായി തന്നെ ഇവർക്ക് കുഴപ്പമുള്ള മനുഷ്യരാണ് ഇവർ, ഈ നായർ പുരുഷന്മാരെന്ന് പറയുന്നത് മന്നത്തിൻ്റെ തലമുറയിൽ വരെ എങ്കിലും. അപ്പോൾ ഇതിനെക്കുറിച്ച് രണ്ട് കാര്യങ്ങളുണ്ട്. 1788 ആദ്യമായി ഇതിനെതിരെ ഒരു വിളംബരമുണ്ടായി. അത് മറ്റാരുമല്ല, ടിപ്പു സുൽത്താനാണ്. അദ്ദേഹം കേരളത്തിൽ വന്ന് 10 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു ഓർഡർ, പ്രൊക്ലമേഷൻ ഇറക്കി. അതായത് പാടത്ത് മേഞ്ഞു നടക്കുന്ന കന്നുകാലികളുടെ അത്ര പോലും സന്മാർഗ ചിന്തയില്ലാതെ സ്വന്തം അമ്മമങ്ങന്മാരെ ഇങ്ങനെ വഴിവിട്ട ജീവിതം നയിക്കുന്നതിന് അനുവദിക്കുന്ന നായർ പുരുഷന്മാർ ഇനിമേലിൽ ആ പണി നിർത്തിക്കൊള്ളണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പിമ്പിങ് എന്ന് പറയുന്ന നമ്പൂതിരിമാർക്ക് സ്വന്തം വീടിനെ ഒരു വേശ്യാഭവനമാക്കി മാറ്റുന്നതിന് കൂട്ടുനിൽക്കുന്ന ഈ പണി നിർത്തണം. നിർത്തിയില്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന മാന്യാവസ്ഥയിലേക്ക് നിങ്ങളെ ചേർക്കും ഞാൻ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മുടെ ഈ നായർ സമുദായത്തിൽപ്പെട്ട മലയാള ചരിത്രത്തിലെ വലിയ സംഭാവന ചെയ്തിട്ടുള്ള ഇളംകുളം കുഞ്ഞൻപിള്ള എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുത്ത കൃതികളിൽ പറയുന്നുണ്ട്, ഈ ഒരു സമുദായത്തിലെ പുരുഷന്മാർ മുഴുവൻ നമ്പൂതിരിമാർക്ക് വേണ്ടി തല്ലാനും സ്ത്രീകൾ മുഴുവൻ നമ്പൂതിരിമാരെ രമിപ്പിക്കാനും വേണ്ടി ജനിച്ചവരാണ്. അപ്പോൾ ഈ 20-ാം നൂറ്റാണ്ട് തുടക്കമാകുമ്പോഴാണ് അതുവരെ നൂറ്റാണ്ടുകളായി 700-800 വർഷം അഭിമാനത്തോടെ കൊണ്ടു നടന്നിരുന്ന ഈ വേശ്യാവൃത്തി അല്ലെങ്കിൽ അച്ഛനില്ലായ്മ, തന്തയില്ലായ്മ ആധുനിക സാഹചര്യത്തിൽ നാണക്കേടായി മാറി. മോഡേണിറ്റി വന്നു, ബ്രിട്ടീഷ് നിയമവാഴ്ച വന്നു, വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചു. ഇതൊക്കെ വന്നപ്പോഴത്തേക്കിന് ഇങ്ങനെ ഈ നായർ പുരുഷന്മാർക്കൊന്നും തന്നെ സ്വന്തം അച്ഛൻ പിതാവാരാണെന്ന് അറിയത്തില്ല എന്ന് പണ്ട് അഭിമാനപൂർവ്വം പറയാമായിരുന്നെങ്കിൽ 20-ാം നൂറ്റാണ്ട് പ്രത്യേകിച്ച് ആധുനികതയുടെ സാഹചര്യത്തിൽ അത് അഭിമാനപൂർവ്വം പറയാൻ പറ്റാത്ത സ്ഥിതി നിർബന്ധിതമായി, അത് ഒരു നാണക്കേടായി മാറി. അപ്പോൾ ആധുനിക സാഹചര്യത്തിൽ അനുസരിച്ച് ഇതിനെയൊക്കെ ഒന്ന് പരിഷ്കരിക്കുക, ഇതായിരുന്നു ഈ NSS എന്ന് പറയുന്ന സംഘടനയുടെ ലക്ഷ്യം. അല്ല ജാതിക്കെതിരായിട്ടോ മറ്റെന്തെങ്കിലും ജാതിയുടെ ഭാഗമായ എന്തെങ്കിലും അനീതികൾക്കെതിരായോ ചിന്തയോ പ്രവൃത്തിയോ ഒന്നും അതിൻ്റെ സ്ഥാപനത്തിൽ അടങ്ങിയിട്ടില്ല, ഇന്നും അടങ്ങിയിട്ടില്ല. അപ്പോൾ ഇതാണ് ഞാനതുകൊണ്ട് ഇതൊരു ഓർഗനൈസേഷനല്ല, ഇതൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റും സ്ഥാപനവും മാത്രമാണ്. മറ്റ് സംഘടനകളുമായി, നമ്മൾ അറിവൊളി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായ സംഘടനകളുമായി ഒരു തരത്തിലുള്ള കമ്പാരിസനും അർഹിക്കുന്ന ഒരു സംഘടനയല്ല NSS എന്നത്. പിന്നെ അന്ന് ഈ 1930, 20-കൾ, 30-കൾ, 40-കൾ എന്ന് പറയുന്നത് കേരളത്തിലെ അറിവൊളി പ്രസ്ഥാനങ്ങൾ ജ്വലിച്ചു നിന്ന കലുഷിതമായ ദശാബ്ദങ്ങളായിരുന്നു. ഈ ദശാബ്ദങ്ങളിൽ ഈ സമയത്ത് നമുക്കറിയാലോ, നേരത്തെ പറഞ്ഞ ബോധാനന്ദ സ്വാമികളുടെയൊക്കെ തന്നെ ഉള്ള ഉജ്ജ്വലമായ സംഘർഷങ്ങൾ. ഈ സമയത്ത് അവർണരുടെ അറിവൊളി പ്രസ്ഥാനങ്ങൾക്കെതിരെ നിന്നാൽ നായന്മാർക്ക് വലിയ വില കൊടുക്കേണ്ടി വരും, അടി വാങ്ങും എന്നവർക്കറിയാവുന്നത് കൊണ്ട് ഈ മന്നത്തെയും കേളപ്പനെയും പോലെയുള്ള ഒരു വിഭാഗം സവർണ മാന്യന്മാർ ഈ അവർണ
പക്ഷപാതികളായും പരിഷ്കർത്താക്കളായും അഭിനയിക്കാൻ തയ്യാറായി. അങ്ങനെയാണ് മന്നം സവർണ ജാഥ നടത്തുകയും ഒരു അവർണ പക്ഷപാതിയായി അവർണർക്ക് അനുകൂലമായി സംസാരിക്കുന്ന ആളാണെന്നുള്ള വ്യാജമായൊരു പ്രതീതി സൃഷ്ടിച്ചത്. യഥാർത്ഥം ഒരിക്കലുമല്ല. പിന്നീട് ഇവർ ഈ അറുവളി പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ചും SNDP എന്ന് അപജയം സംഭവിച്ചോ അന്ന് തലവെക്കാൻ തുടങ്ങി 50കൾക്ക് ശേഷം. കാരണം 50കൾക്ക് ശേഷം ഈ അറുവളി ഇയക്കത്തിലെ ഏറ്റവും നാരായണഗുരു കഴിഞ്ഞാൽ ഏറ്റവും വലിയ വിപ്ലവകാരിയായിരുന്ന സഹോദരൻ അയ്യപ്പൻ ഏതാണ്ട് ഈ രോഗാതുരനായി മാറി. SNDPയുടെ നേതൃത്വത്തിലേക്ക് ആർശങ്കർ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ വന്നതോടുകൂടി SNDP അതിൻ്റെ അറുവളി കലാപ പാരമ്പര്യം താഴെ വെച്ചു. താഴെ വെച്ചപ്പോഴേ SNDPക്ക് ഇനിയൊന്ന് മുഷ്ക് കാണിക്കാമെന്ന് പറയും. അതുവരെ മുഷ്ക് കാണിക്കാൻ പറ്റത്തില്ലായിരുന്നു, അടി വാങ്ങും എന്നുള്ള സ്ഥിതി ഉണ്ടായിരുന്നു. ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ 57 വിമോചന സമരത്തിന് ശേഷം മന്നത്തിന് വിമോചന സമര നായകൻ എന്ന് പറയുന്ന വലിയ പരിവേഷം കിട്ടി. പക്ഷേ 57 EMS എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണ കമ്മ്യൂണിസ്റ്റ് കേരളത്തിന് മുഖ്യമന്ത്രി ആയതോടെ നമ്പൂതിരി നായന്മാരുടെ വലിയ ആത്മവിശ്വാസമാണ് ഉണ്ടാക്കിയത്. നമ്മളെല്ലാം പറയുന്നുണ്ടല്ലോ ഭയങ്കര ഭൂപരിഷ്കരണങ്ങൾ നടത്തി ഇവരെല്ലാം നായന്മാരെയും നമ്പൂതിരിയുമൊക്കെ തകർത്തു. ശരിയാണ്, ഭൂപരിഷ്കരണ നയങ്ങൾ അന്ന് നടപ്പായില്ലെങ്കിൽ പോലും സാമ്പത്തികമായ ഒരു അനിശ്ചിതത്വം ജന്മിമാരിൽ ഉണ്ടാക്കി, നമ്പൂതിരി നായന്മാരിൽ ഉണ്ടാക്കി എന്നത് ശരിയാണ്. പക്ഷേ ഈ ബ്രാഹ്മണ കമ്മ്യൂണിസ്റ്റിൻ്റെ സാന്നിധ്യം നമുക്ക് ആശയപരമായ പ്രത്യശാസ്ത്രപരമായ ഒരു ലെജിറ്റിമസി ആണെന്നുള്ള ആത്മവിശ്വാസം നായന്മാരിലുണ്ടാക്കി. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സമയത്താണ് ശങ്കറുമായിട്ട് ചേർന്ന് ശങ്കറിനെ തെറ്റിദ്ധരിപ്പിച്ച് ഹിന്ദു മഹാമണ്ഡലം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. പിന്നെ ശങ്കർ 64 മുഖ്യമന്ത്രി. അപ്പോൾ ഇതേ ശങ്കറെ താഴെ ഇറക്കിയതും നസ്രാണികളുമായി ചേർന്നുകൊണ്ട് ഇറക്കിയതും അന്നുമാണ്. അപ്പോൾ ശങ്കർ 64 മുഖ്യമന്ത്രിയായപ്പോൾ ഇയാൾ പറഞ്ഞത് ഈ തൊപ്പിപ്പാളക്കാരൻ്റെ ഭരണം കണ്ടുകൊണ്ടിരിക്കുക ദുസ്സഹമാണ്, പറ്റത്തില്ല എന്ന്. അപ്പോൾ 57 ഈ EMS എന്ന് പറയുന്ന ബ്രാഹ്മണ കമ്മ്യൂണിസ്റ്റ് നായന്മാരിൽ വലിയ ഒരു പ്രത്യാശയുണ്ടാക്കിയെന്ന് ഞാൻ പറയാൻ കാരണം 57 കായംകുളത്തിനടുത്തുള്ള മുതുകുളം എന്ന സ്ഥലത്ത് നടത്തിയ ഒരു പ്രസംഗത്തിൽ മന്ദം പ്രസംഗിക്കുകയാണ്, ചാത്തൻ പുലയൻ മന്ത്രിയായിരിക്കുന്ന ഈ നാട്ടിൽ ജീവിക്കുക സാധ്യമല്ല എന്ന്. വാസ്തവത്തിൽ ഈ പ്രയോഗം കോൺസ്റ്റിറ്റ്യൂഷൻ അബോളിഷ് ചെയ്ത് നിരോധിച്ച അൺടച്ചബിലിറ്റിയുടെ പ്രഖ്യാപനമാണിത്. അൺടച്ചബിലിറ്റിയുടെ പ്രാക്ടീസാണ് അയാൾ ഈ മന്നം പറഞ്ഞിരിക്കുന്നത്. വാസ്തവത്തിൽ അന്ന് ഈ മന്നത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കേണ്ടതായിരുന്നു. പക്ഷേ EMS അങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കുന്നത് മൗഢ്യമാണ്. EMS എന്നിട്ട് ഇത്തരം പ്രസ്താവനകൾ കൊണ്ട് ഇത്തരം അധസ്ഥിത വിദ്വേഷ പ്രസംഗങ്ങൾ നടത്താൻ മന്നത്തെ അനുവദിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. അല്ലെങ്കിൽ അന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കണമായിരുന്നു. അൺടച്ചബിലിറ്റി അന്ന് ഈ ദളിത് അട്രോസിറ്റീസ് ആക്ട് നിലവിൽ വന്നില്ലെങ്കിൽ പോലും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വയലേഷനാണ് മന്നം നടത്തിയ പ്രസംഗം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഇത് പറയുന്നത് ഈ മന്നത്തെ ഇന്ന് ദൈവമാക്കിയത് എത്രത്തോളം സാധൂകരിക്കപ്പെടും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അറുവളി ഇയക്ക പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് അപമാനകരമാണ് എന്ന് പറയാൻ കാരണം ഈ ചാത്തൻ മാസ്റ്റർ എന്ന് പറയുന്ന EMS മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന ചാത്തൻ മാസ്റ്ററെ പറ്റി പറഞ്ഞത് ചാത്തൻ പുലയൻ, ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഈ കോട്ടയത്ത് തെന്നിക്കര മൈതാനിയിൽ ഒരു പ്രസംഗം നടത്തി 62, അതും 62 ഈ ക്രിസ്ത്യാനികളെ 6 അടി മണ്ണിൽ കുഴിച്ചു മൂടുന്നു. ഇതാണ് ഈ 20-ാം നൂറ്റാണ്ട് 2ാം പകുതിയിൽ നവോത്ഥാന നായകൻ, സവർണ ജാഥ ക്യാപ്റ്റൻ എന്നൊക്കെയുള്ള പഴയ അഭിനയം കൊണ്ട് നേടിയ ചില പുരോഗമന ഇമേജുകൾ ഉള്ള മന്നം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ ഈ അധസ്ഥിത വിദ്വേഷത്തിൻ്റെ ഉന്മാദത്തിൽ മാന്യമായ ഭാഷാപ്രയോഗം പോലും മറക്കുന്ന തരത്തിൽ അദ്ദേഹം മാറുക പതിവായിരുന്നു. പൊതുവേദികളിൽ പറയാൻ പാടില്ലാത്ത വാക്കുകളും പദപ്രയോഗങ്ങളും നടത്തുക. അത് കഴിഞ്ഞിട്ട് ഈ ആർശങ്കർ മന്ത്രിസഭ രാജിവെച്ച് പറഞ്ഞു, എല്ലാം ശുഭമായി കലാശിച്ചിരിക്കുന്നു, പാല് കുടിച്ച കിണ്ണം താഴെ വെച്ചു. അതാണ് മന്നത്തിൻ്റെ മന്ത്രിസഭ രാജിവെച്ചപ്പോൾ പറഞ്ഞത്. ഇതിനേക്കാളൊക്കെ നമുക്കിന്ന് വിശ്വസിക്കാനാവാത്ത ഒരു പ്രസംഗം അത് 1962 തിരുവനന്തപുരത്ത് ശാസ്തമംഗലം എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് ഒരു പ്രസംഗത്തിൽ പറയുകയാണ്, ഈഴവർ പന്നിപറ്റ സന്താനങ്ങളും മന്ദബുദ്ധികളുമാണ്,
അവർക്ക് നൽകിയ സഞ്ചാര സ്വാതന്ത്ര്യവും ക്ഷേത്രപ്രവേശനവും ഒക്കെ തന്നെ പുനഃപരിശോധിക്കേണ്ട സമയമാണിത്. അന്ന് അതിനോട് SNDPയുടെ നേതൃത്വത്തിൽ പ്രതികരിച്ച ഏക വ്യക്തി പത്രാധിപർ സുകുമാരനാണ്. പത്രാധിപർ സുകുമാരൻ പറഞ്ഞു, പക്ഷേ ഈഴവർക്കൊരു തന്തയേ ഉള്ളൂ. സഹോദരൻ അയ്യപ്പൻ ചാത്തമ്പുല എന്നുള്ള പ്രസ്താവനയെപ്പറ്റി പറഞ്ഞു. മിസ്റ്റർ മന്നം അതും അതിനപ്പുറവും പറയും. അപ്പോൾ സഹോദരൻ അയ്യപ്പനെ പറ്റി പിന്നീട് മന്നം പ്രസംഗിച്ചിട്ടുണ്ട്. ഈ സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരുവൻ എന്നെപ്പറ്റി വിമർശിച്ച് നടക്കുന്നുണ്ട്, ഇനി ഇത് നിർത്തിയില്ലെങ്കിൽ അയാൾ വന്ന കാലിൽ തെച്ചുപോലെ എന്ന് പറഞ്ഞാൽ കാല് തല്ലി ഒടിക്കും സഹോദരൻ അയ്യപ്പനെ പറ്റി ഒരാളിനെ. ഇങ്ങനെ ഇതൊന്നും ചിലപ്പോൾ ഈ സവർണവാദികൾ നായരോ നമ്പൂതിരിയോ ഒക്കെ സ്വകാര്യമായി വിശ്വസിക്കുന്നുണ്ടെങ്കിലും പരസ്യമായി ഇവരാരും പറയാൻ തയ്യാറാകാത്ത, പരസ്യമായി പറയുന്നത് ഉചിതമല്ല, ഔചിത്യമല്ല, അത് മാന്യതയല്ല എന്ന് വിചാരിക്കുന്നവരാണ് ഭൂരിപക്ഷം ഈ സവർണരും. പക്ഷേ അത്തരമുള്ള ഔചിത്യങ്ങളോ ഭാഷാ മര്യാദയോ എല്ലാം വിട്ടുപോകുന്ന തരത്തിലായിരുന്നു 50കൾക്ക് ശേഷം മന്നത്തിൻ്റെ സമനില തെറ്റിപ്പോയത്. അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും സംസാരിക്കുമോ? ഒരു കേരളത്തിലെ ഏറ്റവും വലിയ സമുദായത്തിൻ്റെ ഈ നായരുടെ 2-3 ഇരട്ടി വലിപ്പമുള്ള ഒരു സമുദായത്തിലെ ആളുകളെക്കുറിച്ച്, മനുഷ്യരെക്കുറിച്ച് പറയുകയാണ് പന്നിപറ്റ സന്താനങ്ങളും മന്ദബുദ്ധികളുമാണെന്ന്. അന്ന് SNDPയുടെ ജനറൽ സെക്രട്ടറി ആർ ശങ്കറായിരുന്നു. ശങ്കർ ഒന്ന് വിരലിഞ്ഞൊടിച്ചിരുന്നെങ്കിൽ അന്ന് കേരളം നിന്ന് കത്തുമായിരുന്നു. പക്ഷെ അത് സംഭവിച്ചില്ല എന്നത് അറുവളി ഇയക്കത്തിന് സംഭവിച്ച അപജയത്തിൻ്റെ സൂചനയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ ൻ്റെ പേരിലാണെന്ന് ക്ഷേത്രം അദ്ദേഹത്തെ ദൈവമാക്കുകയും ക്ഷേത്ര നിർമ്മാണമൊക്കെ നടത്തുകയും ചെയ്തത്. അപ്പോൾ കഴിഞ്ഞൊരു കോൺഗ്രസ് ഗവൺമെൻറ് കാലത്താണ് മന്നത്തിൻ്റെ പേര് റെസ്ട്രിക്റ്റഡ് ഹോളിഡേ നടത്തിയിരുന്നു. ഇന്ന് പിണറായി വിജയൻ്റെ ആദ്യത്തെ മന്ത്രിസഭയിലല്ലേ അദ്ദേഹത്തിന് പൊതു അവധിയായി, നാരായണഗുരുവിൻ്റെ ഒക്കെ ഉള്ള അവധി പോലെ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യദിന അവധി പോലെ എല്ലാം മുഴുവൻ മലയാളികൾക്കും ബാധകമായ ഒരു അവധി ദിനമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മുഴുവൻ മലയാളികൾക്ക് മാത്രമല്ല, കേരളത്തിൽ ഈ നായരിലെ വിളക്കെടുത്ത് നായർ, വിളക്കിത്തല നായർ എന്നൊക്കെ പറയുന്ന ഇന്ന് OBC ലിസ്റ്റിൽപ്പെട്ടിരിക്കുന്ന 7-8 ഉപജാതികളെ മാറ്റി നിർത്തിയാൽ നായരുടെ ജനസംഖ്യ വെറും 8%. നമ്പൂതിരിമാർ 1% പോലും വരത്തില്ല. മനുഷ്യൻ്റെ പേരിൽ പൊതു അവധി പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് വളരെ വിചിത്രമായ, കേരളത്തിൻ്റെ ഈ അറുവളി ഇയക്ക പാരമ്പര്യമുള്ള ആധുനിക കേരളത്തിൽ സംഭവിച്ച വലിയ തിരിച്ചുപോക്കിൻ്റെ ഒരു സൂചനയാണ്. പിന്നെ ദൈവമാക്കുക എന്നൊക്കെ പറയുന്നത് അവരുടെ സ്വകാര്യ വിഷയം, അവരുടെ ആഭ്യന്തര കാര്യം. പക്ഷേ ഇതിലൂടെ അവർ ഇപ്പോൾ ഈ 2024 എന്തുകൊണ്ട് മന്നത്തെ നേരത്തെ തന്നെ നവോത്ഥാന നായകനായി സ്ഥാനക്കയറ്റം നൽകിയിരുന്നു, എന്തുകൊണ്ടിപ്പോൾ ഈ വൈകിയ വേളയിൽ മന്നത്തെ ദൈവമാക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. കാരണം ഇനിയും ഈ മന്നം നടത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ പുതിയ കാലഘട്ടത്തിൽ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളാണ്. അദ്ദേഹത്തെ നവോത്ഥാനത്തിൻ്റെ പോയിട്ട് ഒരു ഒന്നിൻ്റെയും നായകനാക്കി കാണാൻ പാടില്ലാത്തതാണ്, പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കാൻ പാടില്ലാത്തതാണ്, വംശവെറിവുണ്ട ഒരു മനുഷ്യൻ ആയിട്ട് തന്നെയാണ് ഇദ്ദേഹത്തെ പഠിപ്പിക്കേണ്ടത്, കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. മറ്റ് പണ്ഡിറ്റ് കറുപ്പിൻ്റെയും അയ്യങ്കാളിയുടെയും നാരായണഗുരുവിൻ്റെയും സഹോദരൻ അയ്യപ്പൻ്റെയും ഒന്നും കൂട്ടത്തിൽ പഠിപ്പിക്കാൻ പാടില്ലാത്ത ഒരു വ്യക്തിയാണ് എന്ന് പുതിയ കാലഘട്ടത്തിൽ ആളുകൾ ചിന്തിക്കാനും വിമർശനങ്ങൾ ഉന്നയിക്കാനും സാധ്യതയുണ്ട് എന്ന് കണ്ടതുകൊണ്ട് അതിനെ പ്രീഎംപ്റ്റ് ചെയ്യാനുള്ള ഒരു നായർ കോൺസ്പിറസി ഇതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ദൈവം ഇത്തരത്തിലുള്ള ഹീനമായ വാക്കുകൾ ഉപയോഗിക്കുമോ? സ്വാഭാവികം ഒരു ദൈവം ഇത്തരത്തിൽ ഹീനവും നീചവും ജുഗുപ്സാവകവുമായ പദപ്രയോഗം നടത്തത്തില്ലല്ലോ. അപ്പം പിന്നെ അങ്ങനെയുള്ള ഒരു ദൈവത്തെക്കുറിച്ച്, ഭൂമിയിൽ ജനിച്ച നായർ ദൈവത്തെക്കുറിച്ച് ആരെങ്കിലും ഈ വിമർശനങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് ബ്ലാസ്ഫീമിയായി മുദ്രയടിക്കാം, ദൈവനിന്ദയായി മാറാം, അവരെ പിടിച്ച് ജയിലിലിടാം. ഇതാണ് ഇപ്പോൾ ഈ മന്നത്തെ വൈകിയ വേളയിൽ ദൈവമാക്കാനുള്ള ഒരു പദ്ധതിക്ക് പിന്നിലുള്ളത്. പിന്നീട് ഇവിടെ ഉള്ളത് ഇപ്പോൾ രാമൻ, കൃഷ്ണൻ, ശിവൻ, മഹാവിഷ്ണു, അയ്യപ്പൻ എന്നൊക്കെ പറയുന്ന ദൈവങ്ങളുണ്ട്. ഈ ഇവരുടെയൊക്കെ അമ്പലങ്ങളിൽ എല്ലാവരും പോകുന്നു. പക്ഷേ ഈ നായരുടെ അമ്പലത്തിൽ ഞങ്ങൾക്ക് പ്രവേശനം വേണമെന്ന് മറ്റു ജാതിക്കാരും പറയത്തില്ലല്ലോ. അതുകൊണ്ട് ഇവർക്ക്, നായന്മാർക്ക് മറ്റെല്ലാ ദൈവങ്ങൾക്കും മുകളിലാണ് മന്നമെന്ന ഈ പുതിയ ദൈവത്തിൻ്റെ സ്ഥാനം. കാരണം അത് അവരുടെ സ്വന്തം
ദൈവവും അമ്പലവുമാണ്. അവിടെ ക്ഷേത്രപ്രവേശനവാദം ആരും ഉന്നയിക്കാൻ പോകുന്നില്ല. ശബരിമലയിലും മറ്റു ക്ഷേത്രങ്ങളിലുമൊക്കെ പ്രവേശനത്തിനെതിരെ പ്രവേശന വിലക്കിനെതിരെ സമരം നടന്നിട്ടുണ്ട്. പക്ഷേ പന്തളത്തെ മന്നം ക്ഷേത്രത്തിൽ ഈ അങ്ങനെ ഒന്നും പേടിക്കണ്ട. ഇനി ദൈവമായി പ്രഖ്യാപിച്ചതുകൊണ്ട് കേരളത്തിലെ എല്ലാ കരയോഗങ്ങളും ഇനിയിപ്പോൾ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുമോ, ഈ മന്നം മൂർത്തിയെ കുടിയിരുത്തുമോ എന്ന് നമുക്കറിയില്ല. അതിനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ഈ മറ്റ് അധസ്ഥിത ജാതികളെ പുച്ഛിക്കുക, അവരുടെ ന്യായമായ അവകാശങ്ങൾക്കെതിരെ രാഷ്ട്രീയമായി, സാമുദായികമായി, നിയമപരമായി അതിനെ പൊളിക്കുക, കേസ് കൊടുക്കുക, സംവരണത്തിനെതിരെ കേസ് കൊടുക്കുക, എന്നിട്ട് അമിത പ്രാതിനിധ്യത്തിന് വേണ്ടി വാദിക്കുക, ഇത് അല്ലാതെ വേറെ ഒരു പ്രവർത്തനങ്ങളും NSSൻ്റെ സമീപകാലത്തോ മുൻകാലത്തോ ഇല്ല. ഈ ഇപ്പോൾ കേരളത്തിലെ മന്ത്രിസഭയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 8% വരുന്ന നായന്മാർ 9 പേര് ആണ് കേരള മന്ത്രിസഭയിലെ. ഒരു ഇടതുപക്ഷം ഭരിക്കുന്ന, പ്രത്യേകിച്ച് തീയനായ പിണറായി വിജയൻ മുഖ്യമന്ത്രിയുള്ള മന്ത്രിസഭയിൽ 8% ഉള്ള സമുദായത്തിന് 9 മന്ത്രിമാരാണ്. ചീഫ് വിപ്പ്, ക്യാബിനറ്റ് പദവിയുള്ള ചീഫ് വിപ്പ് നായരാണ്. ക്യാബിനറ്റ് പദവിയുള്ള പ്രതിപക്ഷ നേതാവ് നായരാണ്. അപ്പോൾ അവർക്ക് അർഹമായതിൻ്റെ 5-6 ഇരട്ടി പ്രാതിനിധ്യവും ആണുള്ളത്. അപ്പോൾ അത്രത്തോളം അമിത പ്രീണനമാണ് ഇവർ എപ്പോഴും ആവശ്യപ്പെടുന്നത്. ആ പ്രീണനം രാഷ്ട്രീയ പാർട്ടികൾ, ഇടതുപക്ഷത്തും വലതുപക്ഷത്തും രാഷ്ട്രീയ പാർട്ടികൾ ഈ നായർ പ്രീണനത്തിൽ എപ്പോഴെങ്കിലും ഒരു ചെറിയ കുറവ് വരുത്തി കഴിഞ്ഞാൽ അവിടുന്ന് ചങ്ങനാശ്ശേരിയിൽ എടുപ്പിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ മറ്റ് വലതുപക്ഷത്തുള്ള ആളുകൾ പ്രീണിപ്പിക്കുന്നതിൻ്റെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ ഇടതുപക്ഷക്കാർ പോലും ഇത്രത്തോളം വലിയ ഈ പ്രീണനം നടത്തുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഈ പരിവർത്തിത ക്രിസ്ത്യാനികളുടെ കൂടെ എണ്ണമെടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ ദളിതർ ഏതാണ്ട് 14% വരും, നായരുടെ 1.5 ഇരട്ടി. പക്ഷേ അതിൻ്റെ നേതാവിൻ്റെ ഓഫീസിലോ വീട്ടിലോ ഒരു രാഷ്ട്രീയ നേതാവ് അങ്ങോട്ട് പോയി കാണാറില്ല. അതേസമയം 8% ഉള്ള നേതാവിൻ്റെ ഓഫീസിൽ അങ്ങോട്ട് പോയി ക്യൂ നിന്ന് കാണാൻ മത്സരിക്കുന്നവരാണ് കേരളത്തിലെ 2 മുന്നണികളുടെ നേതാക്കന്മാർ. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നത്? കാരണം നമുക്കറിയാം, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നയങ്ങൾ അവരെടുക്കുമ്പോൾ മൂല്യങ്ങളോ തത്വങ്ങളോ ഒന്നുമല്ല, ഇങ്ങനെ ഒരു നയം ആവിഷ്കരിച്ചാൽ എത്ര വോട്ട് കിട്ടും, എത്ര പോകും എന്ന കണക്ക് കൂട്ടൽ മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെ നോക്കിയാൽ പോലും നായരെ പ്രീണിപ്പിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ നായരെ പിണക്കിയാൽ അതിൻ്റെ ഇരട്ടി ഈഴവരുടെയും ദളിതരുടെ വോട്ട് കിട്ടും. പക്ഷേ എന്നിട്ട് നായരെ പ്രീണിപ്പിക്കുന്നു. ഇതൊരു വിരോധാഭാസമാണ്. അതിനൊരു കാരണം പിണറായി വിജയൻ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക രംഗങ്ങളിൽ വിഭവ ഉടമസ്ഥതയുടെയും അധികാരത്തിൻ്റെയും കാര്യത്തിൽ ഈ സവർണരും അവർണരും തമ്മിൽ ഒരുപാട് അന്തരങ്ങളുണ്ട്. പക്ഷേ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോഴേ അവിടെ പെർഫെക്റ്റ് ഈക്വാളിറ്റിയാണ്. നമ്പൂതിരിക്കും നായർക്കും പുലയനും എല്ലാം ഒറ്റ വോട്ടേ ഉള്ളൂ. പക്ഷേ പിണറായി വിജയൻ വേണ്ടത് വെറും വോട്ടിൻ്റെ ഭൂരിപക്ഷം കൊണ്ട് മുഖ്യമന്ത്രി ആകണമെന്നല്ല അദ്ദേഹം ആഗ്രഹിക്കുന്നത്. കാരണം പണ്ട് എത്ര വലിയ സൈനിക ശക്തിയുണ്ടെങ്കിലും ബ്രാഹ്മണൻ നടത്തുന്ന കിരീടാരോഹണ ചടങ്ങിന് ശേഷം മാത്രമാണ് ക്ഷത്രിയ രാജ്യാധിപത്യം സാധൂകരിക്കപ്പെടുന്നത്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ശൂദ്ര രാജാക്കന്മാർ ബ്രാഹ്മണൻ ഒരു ഹിരണ്യഗർഭം എന്ന് പറയുന്ന ഒരു ചടങ്ങ് നടത്തി ക്ഷത്രിയവൽക്കരിച്ചതിന് ശേഷമാണ് കിരീടാരോഹണ ചടങ്ങ് നടത്തുന്നത്. അതുപോലെ പിണറായി വിജയന് ഈ നായരുടെ നമ്പൂതിരി വോട്ടിന് സാധാരണ വോട്ടിംഗ് പവർ പുറമേ ദളിതർക്കും ഈഴവർക്കും ലത്തീൻ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒന്നുമില്ലാത്ത ഒരു പവർ, അതാണ് റിച്വൽ പവർ എന്ന് പറയുന്നത്, റിച്വൽ അതോറിറ്റി. ഈ റിച്വൽ അതോറിറ്റിയും കൂടെ വേണം എന്ന് ആഗ്രഹിക്കുന്നുകൊണ്ടാണ് ഈ ഒരു നിസ്സാര ന്യൂനപക്ഷമായ ഈ നായർ പ്രീണനത്തിൽ പിണറായി വിജയൻ അഭിരമിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ നായരുടെ റിച്വൽ അതോറിറ്റി കൊണ്ട് അതോറിറ്റിയിലൂടെ ആകുന്ന ഒരു മുഖ്യമന്ത്രി ആണ് വാസ്തവത്തിൽ ആകാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രത്തോളം ഈ കോൺഗ്രസിനേക്കാൾ വലിയ പ്രീണനം ഈ 2 പിണറായി ഗവൺമെൻറ്റുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്.